പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഞാൻ ഈ റീസെൻ്റ്ലി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എക്കോ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ബാബുൽ രമേശിൻ്റെ ആനിമൽ ട്രിലോജി. ആനിമൽ ട്രിലോജി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ പുള്ളിക്കാരൻ മൂന്നാമത്തെ പടം. അപ്പോൾ കുറച്ച് മുമ്പ് അതിനകത്തൊരു വേർഡ് പറഞ്ഞല്ലോ, ഒരു ട്രിലോജി എന്ന് പറയുന്ന വേർഡ് പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കാം, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ആ സംശയമുണ്ട്. അപ്പം ആനിമൽ ട്രിലോജി എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓഫീസിൽ പോകുന്നതാവാം, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അവധി ദിവസം ആയിക്കോട്ടെ, യാത്ര ചെയ്യുന്ന നമ്മൾ പല രീതിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ ബൈക്കിൽ സഞ്ചരിക്കുന്നവർ, കാറിൽ, ട്രെയിനിൽ, നടന്നു പോകുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് സാഹചര്യത്തിലാണെങ്കിലും, ഇപ്പോൾ നമ്മൾ രാവിലെ ജിമ്മിൽ പോകുന്നവരുണ്ട്, എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടായാലും ആ ചെയ്യുന്ന സമയത്ത് ആ സന്ദർഭം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആ സാഹചര്യമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചില സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. എനിക്കങ്ങനെ ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന കുറേ സിനിമകൾ ഉണ്ടാവാറുണ്ട്. കാര്യം ബസ്സിലൊക്കെ പോകുമ്പം പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഞാൻ കൂടുതലും ട്രെയിനിലും ബസ്സിലും അല്ലാതെ നടന്നും പോകുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് ഒബ്സർവേഷൻ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഒരു സിനിമാ പ്രാന്തനാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഏത് സന്ദർഭം വന്നാലും നമുക്ക് അത് റിലേറ്റ് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് നമ്മളെ ചുറ്റിപ്പറ്റി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടാലോ എന്ന് തോന്നാറുണ്ട്. അത്തരം സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ഏത് തരം ജോണർ സിനിമകളാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സിനിമയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ എന്താ പറയുക? ഇല്ല, ഇത് സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാനെപ്പോഴും സിനിമകൾ റീവാച്ച് ചെയ്യുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ, ചോറ് കഴിക്കുമ്പോഴത്തേനും നമ്മൾ കോമഡി പടങ്ങൾ യൂട്യൂബിൽ കാണുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ ബസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഊബർ എടുത്ത് പോകുമ്പോഴോ അതിനകത്ത് പാട്ട് കേൾക്കുമ്പോഴത്തേനും ഈ പാട്ട് മറ്റേ സിനിമയിലാണ്, അപ്പം കുറേ നമുക്ക് കുറച്ച് ഓർമ്മകൾ വരും, ആ സിനിമകൾ കാണും. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഞാൻ ഈ റീസെൻ്റ്ലി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എക്കോ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ബാബുൽ രമേശിൻ്റെ ആനിമൽ ട്രിലോജി. ആനിമൽ ട്രിലോജി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ പുള്ളിക്കാരൻ മൂന്നാമത്തെ പടം. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ എക്കോയുടെ ടീസർ കണ്ടപ്പോഴത്തേനും എനിക്ക് കിഷ്കിന്ധാകാണ്ഡവും അതേപോലെ തന്നെ കേരള ക്രൈം ഫയലും ഒന്നും കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാം, അതൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ എക്കോ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ കണ്ടപ്പോൾ അപ്പോൾ കുറച്ച് മുമ്പ് അതിനകത്തൊരു വേർഡ് പറഞ്ഞല്ലോ, ഒരു ട്രിലോജി എന്ന് പറയുന്നൊരു വേർഡ് പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കാം, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ആ സംശയമുണ്ട്. അപ്പം ആനിമൽ ട്രിലോജി എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഇത് ട്രിലോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇല്ല. മലയാളത്തിൽ ട്രിലോജീസ് ഉണ്ട്. ഏതുതരം സിനിമകൾ? നമ്മൾ ഏറ്റവും നമ്മൾ ആസ്വദിച്ച് അല്ലെങ്കിൽ ഏറ്റവും റീസെൻ്റ്ലി വന്നിട്ടുള്ള ലൂസിഫർ സീരീസ് ഒരു ട്രിലോജി ആണല്ലോ. അതായത് നമ്മൾ ഒന്നിൽ തുടങ്ങി മൂന്നിൽ അവസാനിപ്പിക്കുന്ന ട്രിലോജീസിനെയാണ് ഇതിലും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ട്രിലോജി എന്ന് പറഞ്ഞാൽ തന്നെ അത് അങ്ങനെയാണ്. അതായത് 3 വർക്ക്. ലിറ്ററേച്ചറിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പ്ലേ അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് പറയുമ്പോഴും 3 ബുക്കുകളിൽ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം. അത് 3 കണക്റ്റഡ് ആയിരിക്കും. 3 കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ 3 ഒരേ കഥയാകണമെന്നോ നിർബന്ധമില്ല. ഇപ്പോൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ 3 ഒരേ കഥയാകണമെന്ന് നിർബന്ധമില്ല. ചില കാര്യങ്ങളായിരിക്കും അതിനെ കണക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതൊരു ക്യാരക്ടറായിരിക്കാം, ചിലപ്പം അതൊരു തീമായിരിക്കാം, ചിലപ്പം അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ആയിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കാം. എങ്ങനെയാണ് ഈ ട്രിലോജി എന്ന് പറയുന്നത് ഒന്നിൽ തുടങ്ങി മൂന്നിൽ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ ആദ്യത്തേത് നമ്മൾ കിഷ്കിന്ധാകാണ്ഡം പറയുന്നു, രണ്ടാമത്തേത് KCF കേരള ക്രൈം ഫയൽസ് പറയുന്നു, ഇത് അവസാനിക്കുന്നത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇറങ്ങാൻ പോകുന്ന എക്കോ എന്ന് പറയുന്ന സിനിമയാണ്. ഇത് 3നും റിലേറ്റ് ചെയ്യുന്ന ആനിമൽ ട്രിലോജി ആണെന്ന് പറയപ്പെടുന്നു. കിഷ്കിന്ധാകാണ്ഡവും KCF നമുക്ക് മനസ്സിലാക്കാം. അതിനകത്ത് ടെറി എന്ന് പറയുന്ന ഒരു നായയെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട്. അത് സെൻട്രൽ കഥാപാത്രം തന്നെ ടെറിയാണ്. അതുപോലെ തന്നെ കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് വരുമ്പം എങ്ങനെയാണ് എനിക്കത് റിലേറ്റ് ആവുന്നില്ല. കിഷ്കിന്ധാകാണ്ഡത്തിൽ ശരിക്കും ഈ ആനിമലിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മെറ്റഫറായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു കഥ പറയുന്നു, ആ കഥയിൽ ഈ പറയുന്ന ആ കഥയുടെ പശ്ചാത്തലം പറയാനായിട്ട് ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പം മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പടങ്ങളിൽ മെറ്റഫറായിട്ട് ആനിമലിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ തുടരുമിനകത്ത് ഈ പറയുന്ന പോലെ മെറ്റഫറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആനേനെ ഉപയോഗിക്കുന്നുണ്ട്. തമിഴ് സിനിമയിലും ആര്യ സെൽവരാജിൻ്റെ സിനിമ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും മെറ്റഫറുണ്ട്. ഇപ്പം ഫസ്റ്റ് പടം പരിയേരും പെരുമാളിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കറുപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നായയാണ് പറയുന്നത്. ഈ പറഞ്ഞ കർണൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫിഷ് ഉണ്ട്. അതായത് കഥാപാത്രത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള മൃഗസ്വഭാവമുള്ള
അങ്ങനെ ആകാം. അല്ലെങ്കിൽ ആ കഥേനെ ഈ പറഞ്ഞ പോലെ കഥ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ ഇപ്പം കർണനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ കാസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഈ പറയുന്ന കാസ്റ്റ് ഉണ്ട്, അതിനകത്ത് എക്സ്പ്ലോയിറ്റഡ് ആണെങ്കിലും ഈ പറഞ്ഞ അതിനകത്തൊന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത നിൽക്കുന്ന ആൾക്കാർ, അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ പോലെ ഒരു കുതിര റോഡിൽ ഇങ്ങനെ നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഫിഷ് കാണിക്കുന്നുണ്ട്. ഫിഷിനെ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് വെളിയിലേക്ക് കടക്കാൻ പറ്റുന്നില്ല, അത് അവിടെ തന്നെ ഇങ്ങനെ കിടന്ന് ആകോടും. അപ്പം അത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിൽ ഒപ്രസ്ഡ് ആണ് ആൾക്കാർ, അവർക്ക് അതിൽ നിന്ന് വെളിയിൽ കിടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് മെറ്റഫർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് കിഷ്കിന്ധാകാണ്ഡത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. നേരെ മറിച്ച് KCF-ലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് പിക്ചറൈസേഷൻ തരുന്നുണ്ട്, ടെറി എന്ന് പറയുന്ന നായകമായിട്ടുള്ള ബന്ധം. അതേപോലെ എക്കോയിലേക്ക് വരുമ്പം നമ്മൾ അതിൻ്റെ ടീസർ കണ്ടിരുന്നു, ഒരു കാട്ടുകുന്ന് മലനിരകളിൽ കാണിക്കുന്ന ഒരു പശ്ചാത്തലം, ഒരു കാടാണ്. ആ കാടിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ടീസറിൽ അങ്ങിങ്ങായിട്ട് പറയുന്ന കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂട്ടാൻ, ബർമ, ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു നായയെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു ഹിൽ ഏരിയയിൽ വന്ന് അത്രയും ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ബ്രീഡിന് വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടി വരുന്ന ഒരു കൂട്ടം ആളുകൾ, എന്താണ് അതിനകത്ത് ഇത്രയും മിസ്റ്ററി ആയിട്ടുള്ളത് എന്നുള്ള പോലെയാണ് ആ ഒരു ടീസർ നമുക്ക് തരുന്നത്. അപ്പോൾ അതുപോലെ ഈ ട്രിലോജി എന്ന് പറയുന്ന സിനിമയിൽ ഇത് മൂന്നാമത് അവസാനിക്കുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമുക്ക് ലൂസിഫറിനെ അങ്ങനെ അതിന് ഒരു എക്സാമ്പിൾ പറയാം. മലയാളത്തിൽ അങ്ങനെ ട്രിലോജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ സിനിമകൾ വളരെ കുറച്ചായിരിക്കാം. വേണമെങ്കിൽ ഇൻ ഹരിഹർ നമ്മൾ ഒഫീഷ്യലി പറയുന്ന ട്രിലോജീസ് കുറവാണ്, പക്ഷേ ഇപ്പം നൺ ഒഫീഷ്യലായിട്ടും അല്ലാതെ ഉണ്ട്. ഇപ്പം ഹരിഹർ നഗർ ഒരു ട്രിലോജിയാണ്, മൂന്നും കണക്റ്റഡ് ആണ്. ലൂസിഫറും കണക്റ്റഡ് ആണ്. മലയാളത്തിൽ ആനിമൽ ട്രിലോജി ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇതിൽ ട്രിലോജി ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പോകുന്ന എക്കോ എന്ന് പറയുന്ന സിനിമ വളരെ വലിയൊരു മിസ്റ്ററി ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ് ടീസറിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേരുണ്ട്. നരേനുണ്ട്, അശോകനുണ്ട്, അതുപോലെ ആലപ്പുഴ ജിംഖാന, ഫാലിമി, ഈ സിനിമകളിലൊക്കെ പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സന്ദീപ് പ്രദീപിനെ വെച്ചിട്ടാണ് നമ്മൾ എക്കോയിലും കാണാൻ പോകുന്നത്. അപ്പോൾ ഇവർ ട്രിലോജി ആയിട്ട് അവസാനിപ്പിക്കുന്ന ഈ മൂന്നാമത്തെ കൂട്ടുകെട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന നവംബർ മാസത്തിൽ റിലീസ് ആകാൻ പോകുന്ന എക്കോ എന്ന് പറയുന്ന സിനിമയിലുണ്ട്. ആ ഒരു രഹസ്യം നമ്മൾ കണ്ടു തന്നെ അറിയണം. ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമ എന്നതിനേക്കാൾ ഉപരി ടീസറിൽ മുഴുവൻ കാണിച്ചിരിക്കുന്ന അതാണെങ്കിലും, പക്ഷേ നമ്മൾ ഇതിലെന്തോ ഒരു മിസ്റ്ററി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ആ ടീസറിലും ഉണ്ട്, ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും ഉണ്ട്. ഉറപ്പായിട്ടും റീവാച്ച് ചെയ്യാൻ നമുക്ക് തോന്നുന്ന ഈ കിഷ്കിന്ധാകാണ്ഡവും അതുപോലെ തന്നെ നേരെ KCF കേരള ക്രൈം ഫയൽസിലേക്കും വന്ന് ഇതിൻ്റെ അവസാനം മൂന്നാമതായിട്ട് ഈ സിനിമയിലേക്ക് എത്തുന്ന പോലെ ആയിരിക്കാം നമുക്ക് ഒരു പക്ഷേ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവുന്ന. ഇതിനകത്തൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പം നമുക്ക് ചില സമയത്തെങ്കിലും നമ്മൾ ഈ പ്രേക്ഷകർ പല തരം സിനിമകളുണ്ടല്ലോ. ഇപ്പോൾ പലതരം സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ പോയി കൈയടിച്ച് കണ്ടിട്ട് വരാൻ പറ്റുന്ന ചില സിനിമ, പല ജോണറിലുള്ള സിനിമ, അത് നമ്മൾ ചുമ്മാ കൈയടിക്കാതെ തിരിച്ചു വരും, അതിനകത്ത് ആലോചിക്കാനോ ഒന്നും കാണത്തില്ല. ചില സിനിമകളെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ ഇമോഷണലി നമ്മളെ അപ്പീൽ ചെയ്യുന്ന, ഇമോഷണലി നമ്മളെ നമ്മുടെ ഇമോഷൻസിനെ കുറച്ചും കൂടെ കണക്റ്റ് ആക്കുന്ന ചില സിനിമകൾ കാണും. അത് നമ്മൾ തിയേറ്ററിലൊക്കെ പോയി കാണാൻ ഭയങ്കര രസമായിരിക്കും. അത് ചില സിനിമകൾ മാത്രമാണ് ഓഡിയൻസിൻ്റെ എഡ്യൂക്കേഷൻ ലെവലിനെ കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, കുറച്ചും കൂടെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ചില സിനിമകളുള്ളത്. അത് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ടാണെങ്കിലും, സിനിമ കണ്ടിട്ട് നമ്മൾ 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സിനിമ കണ്ടു, എന്നിട്ട് നമ്മൾ വെളിയിൽ പോയി കൂട്ടുകാരുടെ കൂടെ ആണെങ്കിൽ നമ്മൾ ചായ കുടിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ചായയും വാങ്ങിച്ചിട്ട് 3 മണിക്കൂർ ഇരുന്ന് ആ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യും. അതിനകത്ത് ഒരുപാട് പെർസ്പെക്റ്റീവ്സ് പറയാനുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സംശയങ്ങൾ നിൽക്കാം. ഇപ്പോൾ ഈവൻ ഞാൻ ഈ പറയുന്ന ദൃശ്യം കണ്ടപ്പോൾ പോലും എനിക്ക് ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. രണ്ടാമത് കണ്ടപ്പോൾ അതിനൊന്നുകൂടെ ക്ലാരിറ്റി സംഭവിച്ചു. 3-4 തവണ കണ്ടപ്പോഴാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതായിരുന്നല്ലോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് അതുപോലെയുള്ള ഈ പറഞ്ഞ ജോണറിൽ അതിപ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലറാണ്. അതെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ മെറ്റഫർ ഉപയോഗിക്കുമ്പോൾ ഇപ്പം നേരത്തെ ആ കുതിരേനെ നമ്മൾ ഈ മാരി സെൽവരാജൻ്റെ സിനിമയ്ക്കകത്ത് കുതിരേനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ കുതിരേനെ കാണിക്കുന്നത്? അത് പ്രേക്ഷകർക്ക് റിലേറ്റ് ആണ്. അപ്പം ഈ പറഞ്ഞ അത് പ്രേക്ഷകൻ ആ കഥ മനസ്സിലാക്കണം. അതായത് ആ കാസ്റ്റിൻ്റെ ഒപ്രഷനാണ്. അപ്പം എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ നടന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് വേണം. അപ്പം നമ്മൾ ചിലപ്പോൾ അത് വായിക്കേണ്ടി വരും. ഇപ്പം ഈ പറഞ്ഞ പോലെ ലോകയുടെ ഒരു ചെറിയൊരു ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വീഡിയോ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് ഹിറ്റ്ലറിനെ കൊന്നത് നീയല്ലേടാന്ന്.
അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലർ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോഴും ഉണ്ട്. അതിന് ഒരുപാട് കോൺസ്പിറൻസി തിയറീസ് ഒരുപാടുണ്ട്. അപ്പം നമ്മളത് അറിഞ്ഞിട്ട് ആ സിനിമ കാണുമ്പം ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡം പണ്ട് ആൾക്കാർ കണ്ട സമയത്ത് ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ കുരങ്ങൻ വന്നു പോകുന്നു, അത് മാത്രമേ നമുക്ക് ചിലരങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് കുരങ്ങൻ വന്നു പോകുന്നു, അല്ലാതെ ഇപ്പോൾ എന്താണെന്നുള്ളത് ഇതുണ്ട്. അപ്പം അത് കണ്ട സമയത്ത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഒന്നും കൂടെ കണ്ടിട്ട് അവർക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു അറിവുണ്ടായെങ്കിൽ എക്കോ കാണുമ്പം കുറച്ചും കൂടെ ഒരു തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കിഷ്കിന്ധാകാന്ഡത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്കും ഈ സംശയം ഉണ്ടായത്. കാര്യം ഒരുപാട് സംശയങ്ങൾ ആ സിനിമ കണ്ടപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത കുറേ എലമെന്റ്സ് ആ സിനിമ. ആ സമയത്ത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഡൗട്ടുകളുണ്ട്, ഭയങ്കരമായിട്ട് ഡൗട്ടുകളുണ്ട്. 1ഉം 2ഉം തവണ കാണുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നത്. ഈ പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കിഷ്കിന്ധാകാന്ഡം സിനിമ ഇനി ഞാൻ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒന്നുകൂടെ കാണണം, അത് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കിഷ്കിന്ധാകാന്ഡം കണ്ടു കഴിഞ്ഞിട്ടും KCF കണ്ടു കഴിഞ്ഞിട്ടും അതിൻ്റെ എൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺക്ലൂഷൻ ആയിട്ടുള്ള എക്കോ എന്ന് പറയുന്ന സിനിമ ഈ November 21 നമുക്ക് റിലീസാണ്. അന്ന് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ നമുക്ക് ഈ സിനിമ കാണാം. അതിലൊളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയണം. കാട്ടുകുന്ന് പ്രദേശത്തുള്ള ആ ഒരു ആനിമൽ ട്രിലോജി എന്താണെന്നും നമുക്ക് November 21 അറിയാൻ പറ്റും.